Welcome to Learning Now. Happy learning. Okay, today we are going to discuss about the requisites that a fresher need to keep in mind while attending an interview for the very first time. As a fresher writer, we'll come to know about the job opening, right? Job opening can be through any source. It can be through online, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയസിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പണിംഗ് കുറിച്ച് അറിയായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ഓർ ത്രൂ എനി അതർ സോഴ്സ്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് ബി very clear in understanding the job description, especially are they looking out for freshers. Only so, please apply for the job. Allengi experienced candidates aanu avare nokkane vecha, please don't, as a fresher, please don't apply for the job. It's totally a mere waste of time for the recruiter and the candidate. appo eppalum ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ജോബ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു കോൾ ഫോർ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ എവിടെ കണ്ടാലും പ്ലീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആരെയാണ് അവർ എക്സാക്ട്ലി മെൻഷൻ ചെയ്തിരിക്കുന്നത്, എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആണോ അല്ലെങ്കിൽ ഫ്രഷർ ആണോ. ഇഫ് ഇറ്റ് ഇസ് എ ഫ്രഷർ, പ്ലീസ് ഗോ ഹെഡ് ആൻഡ് അപ്ലൈ ഫോർ ദി ഇന്റർവ്യൂ. വൺസ് യുവർ ഇന്റർവ്യൂ ഇസ് ബീൻ സ്കെഡ്യൂൾഡ്, ദെൻ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ ഇന്റർവ്യൂ, റൈറ്റ്? ആ പ്രിപ്പറേഷൻ്റെ സമയത്താണ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് കംസ് ടു അവർ focus is to research about the company. It is very necessary to know about the company because നമ്മൾ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് the interviewer and the candidate should have a rapport and they should have a common medium or a neutral face to be some information to be transferred, because നിങ്ങളുടെ റെസ്യൂമേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്റർവ്യൂയുടെ കയ്യിൽ. അത് റെസ്യൂമേയിൽ there are not so many informations available also, right? അവിടെ നിങ്ങളുടെ നെയിം ഉണ്ടാവും, യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഇഫ് സോ യുവർ പ്രോജക്ട് ഡീറ്റെയിൽസ്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ത്രൂ ദി ഇന്റർവ്യൂ, ഹെൽപ്പ് യു ടു ഗെറ്റ് ത്രൂ ദി ഇന്റർവ്യൂ, റൈറ്റ്? അപ്പോൾ കമ്പനീനെ കുറിച്ച് നന്നായി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഒന്ന് ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി അഡ്വൈസബിൾ, റൈറ്റ്? അപ്പോൾ കമ്പനി വെബ്സൈറ്റിൽ പോയാൽ തന്നെ യു ഹാവ് ദി അവിടെ അബൌട്ട് അസ് സെക്ഷനിൽ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും, റൈറ്റ് ഫ്രം ദ ഹിസ്റ്ററി ഓഫ് ദ കമ്പനി, ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് അപ്പ്, എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും, അവരുടെ മാർക്കറ്റ് ഷെയർ, ദെൻ റിഗാർഡിംഗ് യുവർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹൂസ് ദി CEO currently, and ചില കമ്പനീസ് അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അവിടെ കൊടുക്കുന്നുണ്ടാവും, and a complete hierarchy will be given. So please go through it in detail just to get an idea. Suppose if the employer or the interviewer asks you to describe about the company or tell about the company, you should be in a position to tell out in a very beautiful way. So അതിന് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. Then regarding the social media presence of the company, like ഇപ്പോഴത്തെ സെനാരിയോ അനുസരിച്ചിട്ട് ഇപ്പോൾ ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്, ഇതിലൊക്കെ നമ്മുടെ ഏത് കമ്പനിയുടെ അവർ ഒരു ന്യൂ ലോഞ്ച് പ്രോഡക്റ്റ് ലോഞ്ച് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഓർ എനി സെയിൽസ് ആർ ബീൻ അനൗൺസ്ഡ് spontaneously in the social media. So നമുക്ക് എന്ത് കാര്യം അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. So please be aware of it also. And regarding the industry and the competitors, it's very crucial to understand the competitors of the company. For example, if Adidas ആണെങ്കിൽ അവരുടെ immediate competitors നോക്കിയാൽ Puma ആയിരിക്കാം, Reebok, Nike, and the list goes on, right? So you have to understand the overall market trend and how the company is in the like ഏത് പൊസിഷനിലാണ് ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റിൽ ആ കമ്പനി ഇരിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. So it will be able to understand the competitors' behavior also, right? Then next coming to the Glassdoor or Indeed reviews. ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ by the employer ആർക്കാന്ന് വെച്ചാൽ employees or for the upcoming or aspirant candidates who are applying for the job. The main need എന്തിനാണെന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് അത് ക്രിയേറ്റ് ചെയ്തതിന് അവരുടെ കമ്പനിയുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇനി കരിയർ ഗ്രോത്ത് അതിനെ കുറിച്ചിട്ടും പിന്നെ എംപ്ലോയി ടെസ്റ്റിമോണിയൽസ് ഉണ്ടാവും ഓർ റിഗാർഡിംഗ് ദ കമ്പനി കൾച്ചർ, ഇതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ ഇന്ററാക്ഷൻ വിത്ത് ദ എംപ്ലോയി ഡയറക്ട്ലി. ഇതൊക്കെ വെബ്സൈറ്റിൽ നമുക്ക് പറ്റില്ല. യു വോണ്ട് ഗെറ്റ് personal information of each and every employee. But in this type of platforms like Glassdoor or Indeed, there is a possibility like employees sharing their profiles and sharing their testimonials. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസ് എ ഫ്രഷർ നമുക്ക് ഒരു കമ്പനി ഓക്കെ ഈ സോ ആൻഡ് സോ കമ്പനിയിൽ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് ലൈഫ്, ഇവിടെ സപ്പോസ് ഇങ്ങനെയാണ് സാലറി
like salary, apart from the salary, there is any other benefits the company is providing, അതൊക്കെ ചിലപ്പോൾ അവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓർ ദ സാലറി റേഞ്ച് ആസ് എ ഫ്രഷർ ഇത്ര റേഞ്ച് അവിടെ advisable ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. So it will be very easy for you to attend the interview and have a good conversation between the interviewer during the time of the interview. Fine. And the last and final thing is regarding the news and press releases. വെബ്സൈറ്റിൽ മാത്രം എല്ലാ കാര്യങ്ങൾ അവർ പബ്ലിഷ് ചെയ്യണമെന്നില്ല, റൈറ്റ്? ബിക്കോസ് for example, any awards or any recognitions a company obtained, അതൊക്കെ അവർ ചിലപ്പോൾ ഓൺലൈൻ മീഡിയയിലും അല്ലെങ്കിൽ അവരുടെ ബ്ലോഗിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഓർ എനി അതർ പ്ലാറ്റ്ഫോമിലും അവരത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ അഡിഡാസ് തന്നെ അവരിപ്പോൾ ഫോർമുല 1 അവരുടെ റേസിംഗ് കമ്പനിയിൽ ഒരു ടൈപ്പ് വെച്ചിട്ടുണ്ട് 2024. സോ ഇത് വന്ന് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് MOU വിത്ത് ഫോർമുല 1 കമ്പനി. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്റർവ്യൂയുടെ സമയത്ത് ഇഫ് യു ആർ ഷെയറിംഗ് ദിസ് ഇൻഫർമേഷൻ വിത്ത് ഇന്റർവ്യൂവർ, ദാറ്റ് ഇസ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു, റൈറ്റ്? സോ ഓക്കെ ഫൈൻ. ഞാൻ പിന്നെയും പറഞ്ഞ പോലെ നമ്മുടെ റെസ്യൂമെ മാത്രം കൊണ്ട് വി കനോട്ട് ക്ലിയർ ദ ഇന്റർവ്യൂ. ഇറ്റ് ഇസ് ടോട്ടലി യുവർ preparation, how you are preparing for the interview is very very important. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ it will be very easy for you to clear the interview as a fresher. അപ്പോൾ ഇനി നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Anyway, thank you. Have a good day.